അഘോരികൾ വന്ന് കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ. അഘോരികൾ ആരാണ്? നരമാംസം മുഴുവൻ ഭുജിക്കുന്നവർ, മുണ്ടെടുക്കാത്തവർ, വസ്ത്രം ധരിക്കാത്തവർ, മനുഷ്യമാംസം കഴിക്കുന്നവർ, കഞ്ചാവ് വലിക്കുന്നവർ. അവർ അനുഗ്രഹങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക്. ഇതൊരു വലിയ സൂചനയാണ്. ഇനി അഘോരികളുടെ ഒരു മഹാപ്രവാഹം കേരളത്തിലേക്ക് ഉണ്ടാകും. കേരളത്തിലേക്ക് ജാതി തിരിച്ചു വരും, മതം തിരിച്ചു വരും, അയിത്തം തിരിച്ചു വരും, സ്ത്രീകളെ മാറ്റി നിർത്തുന്നൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാകും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. സ്ത്രീ വിമോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ മതങ്ങൾ സ്ത്രീകൾക്ക് മേൽ ചുമത്തുന്ന അമിതമായ അധികാര സ്വഭാവത്തിനെതിരെ എക്കാലവും പോരാടിയിട്ടുള്ള തസ്ലിമ നസ്രീൻ കേരളത്തിൽ വന്നപ്പോൾ കൊല്ലത്ത് ആരംഭിച്ച കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം ഒരു ഗീതത്തോടു കൂടിയാണ് തുടങ്ങിയത്. ആ ഗീതമാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചൊല്ലണം എന്ന് തോന്നുന്നത്. മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യരക്തമാണ് സിരകളിൽ, മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യരക്തമാണ് സിരകളിൽ, മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം, മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം, കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം, മതവിമുക്ത രമ്യ കേരളം. ജാതികൾ മതങ്ങളൊക്കെയും സ്നേഹരഹിത നീചരീതികൾ സ്നേഹമായി ഏറ്റു നിൽക്കുവാൻ മതവിമുക്ത ധന്യ കേരളം, കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം, മതവിമുക്ത രമ്യ കേരളം. മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യരക്തമാണ് സിരകളിൽ, മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം, കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം, മതവിമുക്ത രമ്യ കേരളം. യത്നമാണ് ജീവനം ധനം, ഏതു യത്നവും മഹത്തരം, നന്മയാണ് മുദ്രാവാചകം, മതവിമുക്ത നവ്യ കേരളം, കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം, മതവിമുക്ത രമ്യ കേരളം. മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യരക്തമാണ് സിരകളിൽ, മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം, മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം, കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം, മതവിമുക്ത രമ്യ കേരളം. ഇന്ന് ഇവിടെ അനുസ്മരിച്ച സുജൻ ഭൂപതി അടക്കമുള്ള എല്ലാവരുടെയും ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. സുജൻ്റെ ഒരു കവിത കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തന്നെ ചൊല്ലി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തോമസ് മാഷുടെ ഓർമ്മയ്ക്ക് മുന്നിൽ എൻ്റെ ശിരസ് നമിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ഈ അവാർഡ് കിട്ടിയവരുടെ ലിസ്റ്റ് വായിച്ചു കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. അത് ആനകൾക്കിടയിൽ ഒരു അണ്ണറക്കണനെ കൊണ്ട് നിർത്തിയത് പോലെയാണ് വാസ്തവത്തിൽ നിങ്ങൾ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവരുടെയൊക്കെ പോരാട്ട ചരിത്രം പരിശോധിച്ചാൽ അതിനടുത്തങ്ങ് നിൽക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല എന്ന് എനിക്കറിയാം. എൻ്റെ സമരമുഖം വാസ്തവത്തിൽ കവിതയാണ്. അതല്ലാതെ കവിതയ്ക്ക് പുറത്ത് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥി ജീവിതകാലം തൊട്ടേ ഉള്ളതാണ്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത് കൊട്ടാരക്കര സബ് ജയിലിൽ കുറച്ച് ദിവസം കിടക്കേണ്ടതായി വന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നടന്ന മിക്കവാറും എല്ലാ ഭൂസമരങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മേപ്പാടി ഭൂസമരം നടക്കുന്ന ആ സ്ഥലത്ത് ഇപ്പോഴും ഏതാണ്ട് വിജയിച്ച ഒരു സമരമാണ് മേപ്പാടിയിലെ ഭൂസമരം.
അവിടെ സർക്കാർ ആ ഭൂസമരക്കാരെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ അവിടുന്ന് അവരെ ഇറക്കിവിടാനോ ഒന്നും ശ്രമിക്കാത്തതുകൊണ്ടും ഓരോ സമര കയ്യേറ്റക്കാർക്കും കയ്യേറ്റമാണെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്കും എല്ലാം 50 സെൻറ്റ് ഭൂമി ഇത് അവർ തന്നെ തരംതിരിച്ചെടുത്ത് അവിടെ കൃഷിയൊക്കെ ചെയ്ത് ഒരു ദിവസം നന്നായിട്ട് നടന്നു പോകുന്ന ഒരു വിജയിച്ച ഒരു സമരമാണ് മേപ്പാടി ഭൂസമരം. അവിടെ സഖാവ് പി കൃഷ്ണപിള്ളയുടെ പേരിലൊരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. മുത്തങ്ങ ഭൂസമരക്കാർ കെ ജാനുവും ഗീതാനന്ദനും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിൽപ്പ് സമരം തുടങ്ങിയപ്പോൾ ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അരിപ്പ സമരത്തിൽ വളരെ കൂടുതൽ ദിവസങ്ങൾ ഞാൻ പങ്കെടുക്കുകയും അവരോടൊപ്പം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പോയി കൃഷി നടത്തുകയും ഞാറ് നടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ചെങ്ങറ ഭൂസമരം നടന്ന സ്ഥലത്തേക്ക് വളരെ സാഹസികമായി കടന്നു കയറിയിട്ടുണ്ട്. ഞാൻ രാവിലെ ആ ഭൂസമരത്തിൻ്റെ വാർഷികം നടക്കുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് കയറാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സംഘടന അതിഥികളായിട്ട് വരുന്നവരെല്ലാം അടിച്ചോടുകയാണ്. CR നീലകണ്ഠനൊക്കെ അടികൊണ്ട് ഓടിയവരാണ്. അപ്പോൾ തിരിച്ച് വന്ന കോന്നിയിലേക്ക് വന്ന പത്രപ്രവർത്തകർ എന്നോട് പറഞ്ഞു, പക്ഷേ ഇപ്പം അങ്ങോട്ട് പോകണ്ട, അവിടെ അടി നടക്കും എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് കോന്നി ആനവളർത്തൽ കേന്ദ്രത്തിൽ കയറി കുറേ ആനകളെയൊക്കെ കാണുകയും ഒരു ബൈക്ക് സംഘടിപ്പിക്കുകയും ആ ബൈക്ക് എൻ്റെ സുഹൃത്ത് ഓടിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നിരുന്ന് വളരെ സാഹസികമായിട്ട് ഈ ചെങ്ങറ ഭൂസമരത്തിലേക്ക് കടന്ന് കയറി അവിടെ കവിത ഇടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഭൂസമരങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മറ്റ് കേസുകളുമായിട്ട് ബന്ധപ്പെടുന്ന ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, അവിടെ താമസിച്ചിരുന്ന ആളുകൾ എന്തു ചെയ്യും, അവരെ പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞ് നടത്തിയ സമരത്തിൽ ഞാൻ പങ്കാളിയായിട്ടുണ്ട്. മതമില്ലാത്ത ജീവൻ എന്നുള്ള പുസ്തകം ആ പാഠം നിരോധിച്ചപ്പോൾ അത് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിരോധനത്തിനെതിരെ നടന്ന സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി PM ആൻ്റണിയുടെ നാടകം കാണുവാനുള്ള സന്ദർഭം കേരളീയർക്ക് നിഷേധിച്ചപ്പോൾ അത് പാടില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന് പറഞ്ഞ് നടത്തിയ സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേയേറെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കുസുമൻ ടീച്ചർ പറഞ്ഞതുപോലെ കാസർഗോഡ് രാഷ്ട്രകവി ഗോവിന്ദപ്പയുടെ വീട്ടിൽ നിന്നും ഒരു മതാതീത സാംസ്കാരിക യാത്ര നടത്തി കേരളത്തിലെ 14 ജില്ലകളിലും സഞ്ചരിച്ച് അരിവിപ്പുറത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അന്ന് ആ ജാഥയിൽ ഞങ്ങൾ 10 പേര്, പ്രത്യേകിച്ചൊരു ബാനറില്ലായിരുന്നു, ഒരു കൊടിയില്ലായിരുന്നു, പ്രത്യേക നേതാവില്ലായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ നടത്തിയൊരു യാത്ര. ആ യാത്രയിലുടനീളം ഞങ്ങൾ കേരളീയരോട് പറഞ്ഞ് ജാതി മതവും തെറ്റാണെന്നാണ്. ജാതി മതവും തെറ്റാണ്, നിങ്ങൾ ആ വഴി സഞ്ചരിക്കരുത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതൊക്കെ ഫലവത്താകുമെന്നുള്ള കാര്യം അല്പമെങ്കിലും പ്രത്യാശ എനിക്കുണ്ട്. ഇപ്പോഴും നാരായണഗുരു പറഞ്ഞിട്ട് നടക്കാത്തൊരു കാര്യമാണെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മളൊക്കെ ചെറിയൊരു ശബ്ദമാണെങ്കിലും അത് ഉയർത്തിയിട്ട് ഈ നാട്ടിൽ നിന്ന് വിരിഞ്ഞു പോകണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ശബ്ദം വലിയ ശബ്ദം എന്നുള്ളൊരു വിഷയമല്ല, നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയും. അത് ഏത് വിരുദ്ധ കാലാവസ്ഥയിലാണെങ്കിലും നമ്മൾ പറയും. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ചില വിഷമങ്ങൾ എനിക്ക് വിഷമം തോന്നിയിട്ടില്ല, വിഷമങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. RSSകാരുടെ ആക്രമണം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ 36 ദിവസം പോലീസ് കാവലുണ്ടായിരുന്നു, 24 മണിക്കൂറും. ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം വലിയ പോലീസ് എല്ലാം എന്നെ സംരക്ഷിക്കാനായിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ എനിക്ക് രസം തോന്നിയ ചില സന്ദർഭങ്ങളാണ്. കൊല്ലം ജില്ലയിൽ തന്നെ കിഴക്കവിടെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ മീറ്റിങ്ങിന് പോയപ്പോൾ നിറയെ പോലീസുകാർ, അതിനിപ്പുറത്ത് DYFയുടെയും AYFൻ്റെയും സഖാക്കൾ, അവരെന്നെ സംരക്ഷിക്കാൻ വന്നവർ, പോലീസുകാർ അക്രമം ഉണ്ടാകാതിരിക്കാൻ വന്നവർ. അവിടെ കുറേ RSSകാർ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാനൊരു സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പോലീസ് ഓഫീസർ എൻ്റെ കൂടെ നടന്നു വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച എളുപ്പം എന്നോട് പറയാൻ പോകുന്നത് ഈ പ്രത്യക്ഷത്തിൽ മതവിമർശനമൊന്നും ഇവിടെ നടത്തരുത്, വളരെ പ്രശ്നമുണ്ടാകും എന്ന് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അയാൾ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞത് ആ ജെസ്സി എന്നുള്ള കവിത ഒന്ന് ചൊല്ലണേ എന്നാണ് പറഞ്ഞത്. അതും ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. പോലീസുകാരിലും ഈ സ്നേഹമുള്ളവരുണ്ട് എന്ന് ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. അതുപോലെ കുറേ കാര്യങ്ങൾ. കേരളത്തിലെ ഒരേ ഒരു കവിയുടെ കോലം മാത്രമേ കത്തിച്ചിട്ടുള്ളൂ. സാധാരണ കോലം കത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ രാഷ്ട്രീയക്കാരുടെ മുഖ്യമന്ത്രിയുടെയൊക്കെ കോലമാണ് കത്തിക്കാറുള്ളത്. കേരളത്തിലാകെ ഒരേ ഒരു കവിയുടെ കോലമേ കത്തിച്ചുള്ളത്, എൻ്റെ കോലമാണ് കത്തിച്ചുള്ളത്. RSSകാർ അന്ന് അവർ വിളിച്ച മുദ്രാവാക്യം നിങ്ങൾ കേട്ടതാണ്, ഞാൻ TV കണ്ടതാണ്. കള്ളുകുടിയ, പെണ്ണുപിടിയ, കഞ്ചാവ് വലിയ, കുരിപ്പിടെ, ഞങ്ങളുടെ ദൈവത്തെ തൊട്ട് കളിച്ചാൽ തട്ടിക്കളയും കട്ടായം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഞാനതൊക്കെ കേട്ടിട്ട് ഭയങ്കര ചിരിച്ചു പോയി. കള്ളുകുടി എന്നൊക്കെ പറഞ്ഞാൽ ഈ ബലരാമൻ കുടിച്ചതിൻ്റെ ഒരു 100% കള്ളെന്ന് നമ്മളെ കൊണ്ട് കുടിക്കാൻ സാധിക്കത്തില്ലല്ലോ.
കഞ്ചാവലി എന്ന് പറഞ്ഞാൽ ശിവമൂലി എന്നാണ് കഞ്ചാവിൻ്റെ ഒരു പേര് തന്നെ. ഈ അഘോരികൾ വലിച്ചെടുക്കുന്ന കഞ്ചാവിൻ്റെ ഒരു അംശം ഞാനൊന്നും ഉപയോഗിക്കുന്ന ആളല്ല, കഞ്ചാവൊന്നും ഉപയോഗിക്കുന്ന ആളല്ല, പുകവലിക്കുന്ന ആളുമല്ല. ഇതൊന്നും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. പെണ്ണുപിടി എന്നൊക്കെ പറഞ്ഞാൽ ഈ 16,008 റെക്കോർഡ് ആർക്ക് വേദിക്കാൻ. ഇതൊക്കെയാണ് സത്യം എന്നിരിക്കുക. ഇങ്ങനെയാണല്ലോ അവരുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ വല്ലാതെ ചിരിച്ചിട്ടും ഉണ്ട്. പിന്നെ ഞാനും എൻ്റെ കൂട്ടുകാരി കൂടി എൻ്റെ ഭാര്യ എന്നുള്ള വാക്യം ഉപയോഗിക്കാറില്ല. ലൈഫ് പാർട്ട്ണർ, ജീവിത പങ്കാളി, കൂട്ടുകാരി. കൂട്ടുകാരി എന്ന പുസ്തകത്തിൽ ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്യുന്നൊരു ഗ്രന്ഥാർത്ഥാവ് ഞാനാണ്. ഭാര്യ എന്നുള്ള പദത്തിന് പകരം എൻ്റെ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് കൂട്ടുകാരി എന്നുള്ള വാക്ക് വരുന്നത്. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു RS-കാരൻ ബൈക്കിൽ വന്നിട്ട് ചോദിച്ചു, ഇന്നിവിടെ അയ്യപ്പനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന ഈ അയ്യപ്പൻ, അതാണ് ഞങ്ങളുടെ അയ്യപ്പൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് അയ്യപ്പൻ അനുസ്മരണ സമ്മേളനം അല്ലല്ലോ, ഇത് അയ്യങ്കാളിയുടെ ഒരു അനുസ്മരണ സമ്മേളനമാണ്. ഞാൻ അയ്യങ്കാളിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അയ്യപ്പനെ കുറിച്ച് ഞാനൊന്നും പറയില്ല എന്ന് പറയാം. ആ അയ്യപ്പനല്ല ഞാൻ പറയുന്നത്. ഇഷ്ടങ്ങളെ ശബരിമല അയ്യപ്പനെ കുറിച്ച് ഇവിടെ വല്ലതും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ശബരിമല അയ്യപ്പനെ കുറിച്ച് ഞാനെന്ത് പറയാനാണ്? അയാൾ പറഞ്ഞ് ശബരിമല അയ്യപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാല് വെട്ടിക്കളയത് മാത്രമല്ല, ഇത് നിൻ്റെ ഭാര്യയാണോടാ എന്ന് വരെ ചോദിച്ചു. എൻ്റെ വീട്ടുകാർ കേട്ടോണ്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങൾ വാസ്തവത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെ വിഷമങ്ങളുണ്ടായിട്ട് 36 ദിവസം പോലീസ് പ്രൊട്ടക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ വീട്ടിന് മതിലില്ല, എൻ്റെ വീടിന് ഗേറ്റില്ല, എൻ്റെ വീട് കാവൽക്കാരൻ ബുർഖയില്ല, ഒരു പട്ടി പോലും അവിടെ ഇല്ല. ഇങ്ങനെയുള്ളൊരു ജീവിതമാണ് എനിക്ക് ഉള്ളത്. അതിന് എത്ര പേര് എതിർത്താലും ഈ ഫാസിസത്തിനെതിരെ, ഇന്ത്യൻ ഫാസിസത്തിനെതിരെ, ഇന്ത്യൻ ഹിന്ദു ഫാസിസത്തിനെതിരെ, ജാതിക്കെതിരെ, മതത്തിനെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ എൻ്റെ ചെറിയ ജീവിതം കൊണ്ട് എനിക്കാകുന്ന രീതിയിൽ ഞാൻ സമരം ചെയ്യുക തന്നെ, പോരാടുക തന്നെ ചെയ്യും. ഇത് വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ ഫാസിസം, ഹിന്ദു ഫാസിസത്തിനെതിരെ ഉണരുക കേരളം എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരിൽ 29-ാം തീയതി ഒരു സത്യാഗ്രഹം നടക്കാൻ പോവുകയാണ്. പരമാവധി ഞാൻ ഇവിടെ ഇല്ലാത്ത ഒരാളായതാണ്, എനിക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കണം. ഒരു വലിയ വിപത്ത് വന്നിരിക്കുകയാണ്. അഘോരികൾ വന്ന് കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ. അഘോരികൾ ആരാണ്? നരമാംസം മുഴുവൻ ഭുജിക്കുന്നവർ, മുണ്ടെടുക്കാത്തവർ, വസ്ത്രം ധരിക്കാത്തവർ, മനുഷ്യമാംസം കഴിക്കുന്നവർ, കഞ്ചാവ് വലിക്കുന്നവർ, അവർ അനുഗ്രഹങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക്. ഇതൊരു വലിയ സൂചനയാണ്. ഇനി അഘോരികളുടെ ഒരു മഹാപ്രവാഹം കേരളത്തിലേക്ക് ഉണ്ടാകും. കേരളത്തിലേക്ക് ജാതി തിരിച്ചു വരും, മതം തിരിച്ചു വരും, അയിത്തം തിരിച്ചു വരും, സ്ത്രീകളെ മാറ്റി നിർത്തുന്നൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് വളരെ ശക്തമായി, വളരെ ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് ഒരു കവിത എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ വിനീതമായി നിങ്ങളോട് പറയാനുള്ളത്. കുറേയേറെ ആളുകൾ ഇന്ന് മൃതശരീരം, അവരുടെ മരണാനന്തര ശരീരം നൽകുന്ന സർട്ടിഫിക്കറ്റ്, അത് സമ്മതപത്രം കൊടുത്തതൊക്കെ വളരെയധികം ആവേശമുണ്ടാക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എൻ്റെ മദറെല്ലാം മരിച്ച സമയത്ത് ഞാൻ തന്നെയാണ് അമ്മയുടെ മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് കൊടുത്തത്. എഴുത്തുകാരിലാരും തന്നെ അവർ സർഗാത്മക രചന നടത്തിയിട്ടുള്ള കവികളോ കഥാകാരന്മാരോ ആരും തന്നെ ഇതുവരെ ഈ മൃതശരീരങ്ങൾ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടില്ല. അത് അവർക്കൊക്കെ സങ്കല്പം കൂടുതലുള്ളതുകൊണ്ട് ആയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. കവികളുടെ സങ്കല്പം നടന്നത് ഒരു മരതകപ്പച്ചിലക്കാട്ടിലൻ മരണശയ്യ വിരിക്കൂ സഖാക്കളെ, വസുതയോടൊരു വാക്കുയൊന്നിട്ടിതാ വരികയായി ഞാൻ അല്പം ക്ഷമിക്കണേ എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ. അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്തിട്ടില്ല. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ 2 പേര് അവരുടെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാനായി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഡോക്ടർ എ അച്യുതൻ, ശാസ്ത്ര സാഹിത്യമായിട്ടുള്ള എ അച്യുതനാണ്. വേറൊരാൾ ഇടമറുകാണ്. കേരള സാഹിത്യ അക്കാദമി ജീവചരിത്രത്തിനുള്ള അനുഭവക്കുറിപ്പുകൾക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഇടമറുകും ഡോക്ടർ എ അച്യുതനുമാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ എഴുത്തുകാരായാലും തന്നെ കൊടുത്തിട്ടില്ല. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ വാഴപ്പള്ളി മെഡിക്കൽ കോളേജിലോ കൊടുക്കണമെന്ന് എൻ്റെ വീട്ടുകാരോട്, എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. രാഷ്ട്രീയക്കാരാണ് മാതൃകയാക്കേണ്ടത്, പക്ഷേ രാഷ്ട്രീയക്കാരും അങ്ങനെ ചെയ്യില്ല. ഇപ്പോൾ തോമസ് വർഷങ്ങൾ ചെയ്തു എന്നുള്ളത് വളരെ വലിയൊരു ആവേശം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ പ്രമുഖ രാഷ്ട്രീയക്കാരിൽ കേരളത്തിൽ എത്ര പാർലമെൻറ്റ് മെമ്പർമാർ കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ 2 പാർലമെൻറ്റ് മെമ്പർമാരുണ്ട്. ഒന്ന് കാസർഗോഡ് ഒന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജയിച്ച് പാർലമെൻറ്റിലെത്തിയ രാമണ്ണറെ, വേറൊന്ന് MM ലോറൻസ്. എത്ര MLA കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരേ ഒരു MLA സൈമൺ ബ്രിട്ടോ എന്ന MLA മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് വലിയ നേതാക്കന്മാർ കൊടുത്തിട്ടുണ്ട്. സീതാറാം യെച്ചൂരി അവരുടെ മൃതശരീരം കൊടുത്തിട്ടുണ്ട്, ബുദ്ധദേവ് ഭട്ടാചാര്യ കൊടുത്തിട്ടുണ്ട്, ജ്യോതി ബസു കൊടുത്തിട്ടുണ്ട്, സുധാകരൻ കൊടുത്തിട്ടുണ്ട്, സഖാവ് നല്ലകണ്ണ് അടുത്ത സമയത്ത് കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന ഒരേ ഒരാൾ. അദ്ദേഹത്തിന് മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് സോഷ്യലിസ്റ്റായ മധു ദന്തവാദ് എന്ന് പറയുന്ന വലിയ ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള ഒരു മനുഷ്യനാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
ഇവിടെ അടുത്തുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മനുഷ്യർ നടത്തിയ സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ആലുവ പുഴ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നടത്തിയ സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അഷ്ടമുടിക്കായൽ സംരക്ഷിക്കണമെന്ന് നടത്തിയ സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഈ ഇതിലെ ചെറിയ ചെറിയ സമരങ്ങളും ചെറിയ ചെറിയ സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ. ഇതൊന്നൊരു അവാർഡ്, ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ ഒരു അവാർഡ് കിട്ടുവാനുള്ള അർഹത എനിക്കുള്ളതൊക്കെ ഉണ്ടാക്കി തീർക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതെനിക്ക് തരുന്ന വലിയ ഉത്തരവാദിത്തം ഞാൻ തിരിച്ചറിയുക തന്നെ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ദുർമന്ത്രവാദം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബില്ല് ഇനി ഏത് മന്ത്രിസഭയാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. ഏത് മന്ത്രിസഭ വന്നാലും അത് ബില്ല് കൊണ്ടുവരണം എന്നാണ് ഈ വരാൻ പോകുന്ന മന്ത്രിസഭയോട് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇത് ബില്ല് തന്നെ തയ്യാറാക്കിക്കൊണ്ടത് കൊടുത്തതാണ്. യു കലാനാഥൻ്റെ നേതൃത്വത്തിൽ ഈ ബില്ലിൻ്റെ ഒരു കരട് രൂപം കൊണ്ടുവന്ന് കൊടുത്തതാണ്. പക്ഷേ അതല്ല എങ്ങോട്ട് പോയി എന്ന് അറിയാൻ വയ്യ. അവസാനം കേരള യുക്തിവാദ സംഘം കോടതിയെ സമീപിക്കുകയും കോടതി സർക്കാരിനോട് യോജിക്കുകയും ചെയ്തപ്പോൾ സർക്കാർ വളരെ വിചിത്രമായൊരു മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരുമായിട്ട് ആലോചിച്ച് ഇങ്ങനെ ഒരു ബില്ല് നടപ്പാക്കുന്ന കാര്യം കൊണ്ടുവരുന്ന കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നറിയാം, ദുർമന്ത്രവാദികൾ അടക്കമുള്ളവരോട് ആലോചിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നായിരിക്കും വിചാരിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ തരികിടെയൊക്കെ കളഞ്ഞിട്ട് മര്യാദയ്ക്ക് ഒരു ബില്ല് കൊണ്ടുവരാനുള്ള സന്നദ്ധത ഇനി വരുന്ന ഏത് സർക്കാരായാലും അവർ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ മുരാരി മൂർത്തിയെ പോലെ, മുരാരി ആൾദൈവത്തെ പോലെയുള്ള ആൾദൈവങ്ങൾ ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് ദുർമന്ത്രവാദം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബില്ല് കൊണ്ടുവരണം. ഈ മൃതദേഹം കൊടുക്കുമ്പോഴുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട്, മൃതദേഹത്തിന് ആംബുലൻസ് ആശുപത്രിയിൽ നിന്ന് തന്നെ വന്ന് മൃതദേഹം കൊണ്ടുപോകും. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അതെന്താ വിഷയം എന്ന് വെച്ചാൽ, കോന്നിയിൽ ഒരു EMS ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്. ആ ചാരിറ്റബിൾ സൊസൈറ്റി 100-ലധികം ആളുകളുടെ മൃതശരീരങ്ങൾ ഈ സമ്മതപത്രം കൈമാറിയിട്ടുണ്ട്. അതിൽ ചില ആളുകൾ മരിച്ച സമയത്ത് ഒരു വീട്ടിൽ ഈ മൃതശരീരം കൊണ്ടുപോകാനായിട്ട് ആംബുലൻസൊക്കെ തയ്യാറാക്കി വന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ അമ്മാവിൻ്റെ ഡെഡ് ബോഡി അവിടെ കൊണ്ടിട്ട് കീറി മുറിക്കാനെന്ന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ചരലൊക്കെ കെട്ടിയ ഒരാൾ ഇറങ്ങി നിൽക്കുകയാണ്. എന്ത് ചെയ്യും അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ സംഭവിച്ചത് അയാളുടെ ഭാര്യ കലങ്ങിയ കണ്ണുകളായിട്ട് അവർ തപ്പി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞ്, ഈ അദ്ദേഹത്തെ സമ്മതിക്കുന്ന അവസാന തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്, ഞാൻ സാക്ഷിയായിട്ടാണ് സമ്മതപത്രം അദ്ദേഹം കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നീയല്ല തീരുമാനം എടുക്കേണ്ടത്, എൻ്റെ തീരുമാനം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ അഭിലാഷം അനുസരിച്ച് മെഡിക്കൽ കോളേജിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ മൃതശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ സാധിച്ചത്. ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്, ഇടതുപക്ഷ MLA ആയിരുന്ന മൃതശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്ത സൈമൺ ബ്രിട്ടോ ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു കേരള നിയമസഭയിൽ. ആ ബില്ലിൻ്റെ പേരെന്ന് പറയുന്നത് മൃതദേഹ സംസ്കരണം സംബന്ധിക്കുന്ന ബില്ലെന്നാണ്. ഒരാളുടെ മൃതശരീരം എങ്ങനെ സംസ്കരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുമായിട്ടൊരു കരാറുണ്ടാക്കാം. അതാണ് ബില്ലിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ഉള്ളടക്കം എന്ന് പറയുന്നത്. നമ്മുടെ മൃതശരീരം എല്ലാ മത ആചാരങ്ങളോടും കൂടി വേണം പിന്നെ സംസ്കരിക്കാൻ എന്നാണ് അഭിപ്രായമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു മതാചാരവും പാടില്ല എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പഞ്ചായത്ത് സെക്രട്ടറിയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അതിന് മേൽനോട്ടക്കാരനായിട്ട് വയ്ക്കാം, 2 സാക്ഷികളെ വയ്ക്കാം. ഈ ചെയ്തില്ലെങ്കിൽ ചോദിക്കാനായിട്ട് സംഘടനയോ സാക്ഷി ഇതുപോലുള്ളൊരു സംഘടനയോ അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ഘട്ടമാഷ പോലെയുള്ള ആരെങ്കിലും ഒക്കെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരെന്ന് വയ്ക്കാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ കേസ് കൊടുക്കാം. ഈ ഉദ്യോഗസ്ഥനെ 5 വർഷത്തെ കഠിന തടവോ 20,000 രൂപയോ ശിക്ഷ വിധിക്കാവുന്നൊരു ബില്ലായിരുന്നു കൊണ്ടുവന്നത്. ആ ബില്ല് എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ. VS അച്യുതാനന്ദൻ്റെ കാലത്താണ് ബില്ല് നിയമസഭയിൽ സൈമൺ ബ്രിട്ടോ കൊണ്ടുവന്നത്. പക്ഷേ ആ ബില്ലൊന്നും പരിഗണിക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷം തയ്യാറായില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷം ചെയ്തില്ലെങ്കിൽ പിന്നെ ആരത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അയ്യപ്പ സംഘം സംഘടിപ്പിച്ച ആളുകളാണെങ്കിലും അവരാനന്ദ ഈ കെട്ടിപ്പിടിച്ച ആളുകളാണെങ്കിലും PM ശ്രീ പദ്ധതി അനുകൂലിച്ച ആളാണെങ്കിലും ആശ്വാസമേത്ത നേരിട്ട ആൾക്കാരാണെങ്കിലും ഇടതുപക്ഷമാണ് ഫാർ ബെറ്റർ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ മനസ്സാണ് എനിക്കുള്ളത്. അപ്പോൾ ഇടതുപക്ഷം അല്ലാതെ വേറെ ആരാണ് ഇത് ചെയ്യുന്നത്? അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന സർക്കാരിന് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവരോട് ഇങ്ങനെയൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഈ ബില്ല് ദുർമന്ത്രവാദം നിരോധിച്ചുകൊണ്ടൊരു ബില്ല് കൊണ്ടുവരണം. അങ്ങനെ നിയമം നമുക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്നത് വേറെ പ്രധാനപ്പെട്ട ബോധം കേരളീയ ബോധമാണ്. കേരളം എന്നുള്ളത് ചെറിയ കാര്യമല്ല. കേരളം വളരെ വലിയൊരു ആശയമാണ്. ഒരു വലിയ ജനസമൂഹം, സംസ്കാര സമ്പന്നമായ ഒരു ജനസമൂഹം. ഇതുവരെ കേരളം എന്നുള്ള പേരിപ്പോഴാണ് അംഗീകരിക്കുന്നത്. ഇത്രയും കാലം നമ്മളെ അല്ലെങ്കിൽ കേരള എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞിരുന്നത് ഇങ്ങനെ എഴുത്തിനകത്ത് അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെല്ലാവരെയും അവർ മദ്രാസുകൾ എന്നാണ് വിചാരിച്ചത്. നമ്മളങ്ങനെയൊന്നും അല്ല.
നമ്മൾ ഗണിതശാസ്ത്ര രംഗത്ത് വലിയ സംഭാവന ചെയ്തു. ടി.എച്ച്. പോലെയുള്ള ഔഷധ സസ്യങ്ങൾ അടയാളപ്പെടുത്തിയ ആളുകൾ ഏറ്റവും നല്ല കരിമ്പ്, ഏറ്റവും നല്ല മധുരം കൂടുതലുള്ള കരിമ്പ് ഉൽപ്പാദിപ്പിക്കുവാനുള്ള ആ അന്വേഷണം, പരീക്ഷണങ്ങൾ നടത്തിയ E.K. ജാനകിയമ്മാളിനെ പോലെയുള്ള വലിയ ശാസ്ത്രജ്ഞകൾ ഉള്ള ഒരു നാടാണ് കേരളം. കേരളം എന്ന രീതിയിൽ നമുക്ക് അഭിമാനം ഉണ്ടാകണം. കേരളത്തിലേക്ക് തൊഴിലിന് വരുന്ന വടക്കേന്ത്യക്കാരെ നമ്മൾ അതിഥികളെന്നാണ് വിളിക്കുന്നത്, അതിഥി തൊഴിലാളികൾ. അങ്ങനെ ഒരു സംബോധന നമ്മളെ വേറെ ആരും വിളിച്ചത് ഞാൻ കേട്ടിട്ടില്ല. അതിഥികളാണതേ, ഇവർ ജോലി ചെയ്യുന്നവരാണ്. എന്നൊരു ഗൾഫുകാരൻ ഒരിക്കൽ പറഞ്ഞത് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അറബിയെ കേരളത്തിൽ കൊണ്ടുവന്ന ദിവസം തെങ്ങിൽ കയറ്റിപ്പിക്കണം എന്നാണ് അയാളുടെ ആഗ്രഹം എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ രീതിയിലൊക്കെയാണ് ആളുകൾ നമ്മളെ കാണുന്നത്, തൊഴിൽ തരുന്നവരെ കാണുന്നത്. നമ്മളങ്ങനെയല്ല, ഗസ്റ്റ് എന്നാണ് അവർ വിളിക്കുന്നത്. വരുമ്പോൾ അവരുള്ള ധാരാളം ആളുകൾ, നമുക്ക് നല്ല അടുപ്പുള്ളൊരു സ്ഥലമായിരിക്കുമല്ലോ അത്, അവരെയൊക്കെ നമ്മൾ അതിഥികളായിട്ടാണ് കൂട്ടുന്നത്. അവർക്ക് അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തൊഴിൽ ഇവിടെ കിട്ടുന്നുണ്ട്, അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഇവിടെ കിട്ടുന്നുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നല്ല സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്, നമ്മുടെ നല്ല ആശുപത്രികളിൽ അവർക്ക് ചികിത്സ ലഭിക്കുന്നുണ്ട്. പല കുഞ്ഞുങ്ങളും ഫുൾ A+ വാങ്ങിക്കുന്നുണ്ട്, നമ്മളവരെ അനുമോദിക്കുന്നുണ്ട്. അതാണ് കേരളം. കേരളം മാറ്റി നിർത്തേണ്ടപ്പെടുന്ന ഒരു സ്ഥലമേ അല്ല. അതുകൊണ്ട് കേരളൻ എന്നുള്ള അടുത്ത കാലത്ത് എഴുതിയൊരു കവിത നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ വളരെ വിനയത്തോടെ സമർപ്പിക്കുന്നു. ആദിദ്രാവിഡ ജീവിതത്തിൻ പാദമുദ്രകൾ നെഞ്ചിലേറ്റി കാടിറങ്ങി കടലുമുത്തിയ കേരളീയൻ ഞാൻ. എൻ്റെ പെണ്ണിനു കല്ലമാല, എൻ്റെ കുഞ്ഞിനു കാഞ്ഞിരച്ചോറ്, എൻ്റെ കണ്ണിൽ കണ്ടതെല്ലാം ശവന്നാറിപ്പൂ. 2 മൺസൂൺ മഴക്കാലം, മലയിടിച്ചിൽ മണ്ണൊഴുക്ക്, പുഴ വിഴുങ്ങിയ കതിരുപാടം, കലികടിച്ച കടലുകേറ്റം, മണ്ടവിണ്ട കേരവൃക്ഷം, പത്തി പൊക്കിയ രോഗനാഗം, തൊട്ടതെല്ലാം കെട്ടുകാഴ്ചക്കോലമാക്കിയ കേരളൻ ഞാൻ. എൻ്റെ മുന്നിൽ കാലക്കേടും കത്തിരിക്കായ. പണ്ടു കെട്ടിയ മനക്കോട്ടക്കല്ലിടിഞ്ഞു കാറ്റുകൊത്തിയ വൻമുളങ്കൂട്ടങ്ങളിൽ ഞാൻ കാത്തുവച്ച കിനാവുടഞ്ഞു. പാട്ടിലെല്ലാം പട്ടി നക്കി പാൽക്കലത്തിൽ പല്ലിതുള്ളി, തോറ്റുപോയ മനസ്സിൽ നിന്നും തോറ്റിയെത്തിയ കേരളൻ ഞാൻ. എൻ്റെ കയ്യിൽ കരിങ്കല്ലും കണ്ണകിത്തെയ്യം. കൊച്ചുവള്ളക്കൊമ്പിലേറി വൃശ്ചികത്തിൻ തിരക്കോളിൽ, കൈവലയിൽ കൊഞ്ചുമത്തി കണവചൂരക്കൊയ്ത്തു നേടി, പക്ഷിമാർഗം കരയിലെത്തി കട്ടൻ ബീഡി പുകയൂതി, കെട്ടിയോളിൽ പെട്ടുറങ്ങിയ കേരളീയൻ ഞാൻ. എൻ്റെ നാവിൽ ജീവിതത്തിൻ മൾബറിത്തോട്ടം. ജാതിബാധ ചിരട്ട തീപ്പാതയിൽ കുളിർമഞ്ഞുപാകി, കാതിലോണപ്പാട്ടുപാടി കണ്ണുനീരിൽ കുളിച്ചാടി, പള്ളിക്കൂടപ്പടിയിലെല്ലാം കക്കയൊട്ടിക്കളമ്പാകി, ചെങ്കൊടിക്കു ചിലങ്ക കെട്ടിയ കേരളീയൻ ഞാൻ. എൻ്റെ കയ്യിൽ കച്ചി പോലും കായൽ ചിത്രങ്ങൾ. ചെന്നിടം പൊന്നാക്കി മാറ്റി ചെങ്കരിക്കിൻ പുലരിയാക്കി, ലോകമെല്ലാം സ്നേഹവിത്തിട്ടോമനത്ത പന്തൽ കെട്ടി, പ്രേമയാമിനികൾ വിടർത്തി ശ്വേതവാഹിനികൾ ചുരത്തി, ജീവിതത്തിൻ തീവ്രവേദന കാവ്യമാക്കിയ മലയാളൻ. എൻ്റെ ചങ്കിൽ കൊണ്ടതെല്ലാം ഇരുമ്പിൻ തുണ്ട്. കണ്ണുകെട്ടിയ കാട്ടുനീതി ചാട്ടവാറിൽ നീറുമ്പോഴും, പാട്ടകൊട്ടിയ പാഴ്നിലത്തിൽ ചൂത്തയായി പോകുമ്പോഴും, പണ്ടു കണ്ട മഹാബലിക്കായി കാക്കപ്പൂക്കളമിടുമ്പോഴും, തോട്ടുവക്കിൽ ചൂണ്ടയിട്ട് പാട്ടുപാടിയ കേരളൻ ഞാൻ. എൻ്റെ തലയിൽ കുത്തി വീണത് കടന്നൽ കൂട്, ചിന്തയിൽ തീ കൂട്ടി നിന്നത് പഗോടക്കാട്. നികുതി വാളാൽ വെട്ടിയാലും അടിമയാകാൻ മനസ്സില്ല, കൊലമരത്തെ പേടിയില്ല, വെയിലിലൊട്ടും വാടുകില്ല. ജയിലിലായാൽ ജേതാവ്, പടയൊരുക്കും ഭ്രാതാവ്, സ്വാഭിമാനപ്പുടവ ചുറ്റിയ കേരളീയൻ ഞാൻ. എൻ്റെ നെഞ്ചിലെ അടുപ്പത്ത് സ്വപ്ന ബിരിയാണി. തുമ്പയില്ല, തുളസിയില്ല, ചന്തയിൽ ചെഞ്ചീരയില്ല, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനുമായി പന്തയങ്ങൾ. ദൈവമെന്നാൽ സ്വാർത്ഥലാഭ ചന്ത ചൂടും ചരക്കായി, താർക്കികൻ്റെ മിടുക്കായി, പാർക്കിലെ ഓന്തുപോലായി, സംഭ്രമങ്ങൾ മുന്നിൽ വച്ച കേരളീയൻ ഞാൻ. എൻ്റെ കഞ്ഞിയിൽ വീണതെല്ലാം പുരാണപ്പാറ്റ.
എങ്കിലും പ്രിയ പുസ്തകങ്ങൾ, ഗ്രന്ഥശാല പെരുക്കങ്ങൾ, മുന്നിൽ ദീപം കൊളുത്തുന്ന പെൺമനസ്സിൻ തിളക്കങ്ങൾ, എൻ്റെ തൊടിയിൽ സയൻസിൻ്റെ സത്യസന്ധത നോക്കി നിൽക്കും, സ്വപ്ന സാധ്യതയോർത്തിരിക്കും പകൽ ചെമ്പൂവ്, സൂര്യൻ ചുംബനത്താൽ തിളപ്പിക്കും സങ്കടപ്പാല്. വടക്കൻ കഞ്ചാവു ലേഹ്യം വടിച്ചുണ്ണാൻ തയ്യാറല്ല, ഹീന ഹിന്ദി സിനിമ എഴുതാൽ ന്യൂനമാനസനാവുകില്ല. ചന്ദ്രഗിരിയിലെ ഓളമാണ്, നെയ്യാറിലെ പാറയാണ്, അമ്മയാണ്, അച്ഛനാണ്, പിന്മടക്കം സാധ്യമല്ല. ചോര തൊട്ട് സത്യമിട്ട കേരളീയൻ ഞാൻ, എൻ്റെ നാവു നുണഞ്ഞതെല്ലാം കരിക്കിൻ വെള്ളം. ഞാനടക്കമുള്ളവർ പോരാടിയൊരു കാലമാണ് അടിയന്തരാവസ്ഥ കാലം. അന്ന് വളരെ ചെറുപ്പമായിരുന്നു ഞാൻ. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇന്ത്യയുടെ അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്നൊക്കെ പോസ്റ്റർ എഴുതി പോലീസ് സ്റ്റേഷന് മുമ്പിലും കൊല്ലം നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലൊക്കെ ഒട്ടിക്കുകയും എന്നെ പോലീസ് അന്വേഷിച്ച് വരികയും ഞാൻ ഒളിവിൽ താമസിക്കുകയൊക്കെ ചെയ്താണ്. പുതിയ അടിയന്തരാവസ്ഥ വന്നിരിക്കുകയാണ്. അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ, നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാക്കുന്ന ഒരു അടിയന്തരാവസ്ഥ ഇന്ത്യയിലുണ്ടായിരിക്കുകയാണ്. വലിയ പോരാട്ടങ്ങൾക്ക് സജ്ജരാകേണ്ടുന്ന സമയമാണ് ഇത് എന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.